നമസ്കാരം. ഒരു മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. വിഷ്ണുവിന് കുറച്ച് പേഴ്സണൽ വർക്കുണ്ട്. അതുകൊണ്ടാണ് അയാൾ വരാത്തത്. അതുകൊണ്ട് അയാള് നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, ഷാൽ വി ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് ബീസ് നൗ? അതെ, ഇപ്പോൾ നമ്മൾ ഗോൾഡ് ബീസിൽ ഇട്ട് തന്നെ ആകണം. എന്തെന്ന് വെച്ചാൽ ഈ 2, 3 ദിവസം കൊണ്ട് കറപ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അപ്വേർഡ് ട്രെൻഡ് വരും. $3,600 to $4,000 വരേക്കും പോകും. ഇത് കാരണം നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ലതാണ്. പക്ഷേ ഒരുപാട് പേര് എന്ത് ഫീൽ ചെയ്യുന്നെന്ന് വെച്ചാൽ, ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ മിസ് ചെയ്തായിരുന്നു. തിരിച്ച് താഴെ വരുമ്പോൾ ഇതിനെ ബീറ്റ് ചെയ്യണോ? മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓടുന്ന നദി പോലെയാണ്. ബക്കറ്റ് വെച്ച് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം. വരണ വെള്ളത്തിനെ നോക്കണം. പോയതിനെ വിചാരിച്ച് നമ്മൾ വിഷമിക്കരുത്. പോയതിനെ വിചാരിച്ച് അതായത് നമ്മൾ വരണത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നെയ്തർ വി ലിവ് ഇൻ ദി പാസ്റ്റ് നോർ ഇൻ ദി ഫ്യൂച്ചർ. ഈ പ്രസന്റ് നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇടണം. രണ്ടാമത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, RBI against 12,000 crores in a week gold gone high. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് 1 kg തന്നിട്ട് പോയെങ്കിൽ, അതായത് 2011 തന്നെങ്കിൽ ₹1,500 ₹2,000 എന്തോ ഇരുന്ന വില. 1 ഗ്രാമിന് ₹8,000 വെച്ച് ഞാൻ ഗെയിൻ എടുത്തു. അതായത് ഐ ഗെയിൻഡ് 80 lakhs അങ്ങനെ നിങ്ങൾ പറയാം. യെസ്, RBIയുടെ അടുത്ത് ഗോൾഡ് ഇരിക്കുന്നു. ഗോൾഡിൻ്റെ വാല്യൂം കയറിയിരിക്കുന്നു. ഗോൾഡിൻ്റെ വാല്യൂ 12,000 കോടി രൂപയും കിട്ടിയിട്ടുണ്ട്. സപ്പോസ് എൻ്റെ അടുത്ത് 5 കിലോ ഇരുന്നെങ്കിൽ 5 കിലോയ്ക്ക് 5000 ഗ്രാമിന് ₹8,000 വെച്ച് 4 കോടി രൂപ എനിക്ക് ഗെയിൻ ആയിരിക്കും. RBIയുടെ കയ്യിൽ ഗോൾഡ് ഇരിക്കുന്നു ആൻഡ് ഇറ്റ് ഈസ് എ ഗെയിം. ഇതിൽ എന്തൊരു ന്യൂസ് ഇരിക്കുന്നു? ശരി, ഈ 1917 ഈ നിക്സൺ ഇത് രണ്ടിനെയും പിരിക്കാതിരുന്നെങ്കിൽ നമ്മളെ ഇന്ത്യൻ കറൻസിക്ക് സ്പീക്ക് ടു ഗോൾഡ് എങ്കിൽ ഇതുപോലത്തെ ഗെയിൻ ഇരുന്നിരിക്കുമോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പിക്ക് ദി ഗോൾഡ്. എന്തെന്ന് വെച്ചാൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗോൾഡിനെ എക്സ്പോർട്ട് ചെയ്യണം. ഈ ഇമ്പോർട്ടും എക്സ്പോർട്ടും എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ, ഇറക്കുമതി ചെയ്തുകൊണ്ട് കുറച്ച് ഗോൾഡിന് മാത്രം ഏറ്റുമതി ചെയ്തെങ്കിൽ ആ ഡിഫറൻസിനെ നിങ്ങൾ ഗോൾഡായിട്ട് സെറ്റിൽ ചെയ്യണം. ഗോൾഡ് പ്ലേസ് സിസ്റ്റം. നിങ്ങളെ സ്ഥലത്തിൽ നിന്ന് ഗോൾഡ് വെളിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ നോട്ടേ അടിക്കാൻ പറ്റത്തില്ല. നോട്ടടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എക്കോണമി കോൺട്രാക്റ്റ് ആകും. സ്റ്റാർട്ട് ടു എക്സ്പോർട്ട്. ദെൻ ദെയർ വിൽ ബി എ റിസഷൻ ഇൻ യുവർ എക്കോണമി. ഡീഫ്ലേഷൻ ആകും. അവർ വേണമെന്ന് പറയുന്ന ഡോളർ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്ത് കുറച്ചായിട്ട് എക്സ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് റുപ്പി ഇൻ സർക്കുലേഷൻ കുറഞ്ഞ് ഇവിടെ വന്നിട്ട് റിസഷൻ ഇരിക്കും. സോ ദി സെറ്റിൽമെൻറ്റ് ഇൻ ക്യാഷ് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ ഈ അമേരിക്ക വന്നിട്ട് ഗോൾഡ് തരത്തില്ല എന്ന് പറഞ്ഞു. ദ വേൾഡ് അഗ്രീഡ് ദാറ്റ്, അതായത് അവർ ഗോൾഡിൻ്റെ ബദൽ വന്നിട്ട് ഡോളർ വെച്ചിരിക്കാമെന്ന്. ഇന്ന് നമ്മളടുത്ത് ഇരിക്കുന്ന ഡോളറൊക്കെ നിറച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വന്നതില്ല. കമ്പനിയെ വിറ്റ് കടൻ നമ്മൾ ഡോളറിൽ വാങ്ങി. ഇതുപോലെ ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറയും. കടൻ വാങ്ങുന്നത്, കമ്പനീനെ വിൽക്കുന്നത്, ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്ന് കമ്പനി ഇട്ട് ബിസിനസ് ചെയ്യണത്, ഇതൊക്കെ ക്യാപിറ്റൽ ഫ്ലോസാണ്. ക്യാപിറ്റൽ ഫ്ലോയിൽ നിന്ന് വന്ന കാശ ഇത്. ഇവളെ പാഷ ഈ $650 billion അതിൽ 1/3 മുകളിൽ ഗോൾഡാ. ഇരിക്കുന്ന കറൻസിയിൽ $400 billion ഫിക്സഡ് കറൻസി. നമ്മൾ എക്സ്റ്റേണൽ ഡെറ്റ് എന്നൊന്ന് പറയും. അതിൽ വന്നിട്ട് NRI കാശ് കൊടുത്തതൊക്കെ ഇരിക്കും. അതിൽ NRIയുടെ കാശ് തന്നെ ഇല്ല. NRI കീപ്പിംഗ് മണി ആൻഡ് ഡോളേഴ്സ് ഇൻ ഇന്ത്യ. അതൊക്കെ നോക്കിയാൽ ഈ ഫോറിൻ റിസോഴ്സിനെക്കാട്ടിലും ഈ ഗോൾഡ് റിസോഴ്സിനെ മൈനസ് ചെയ്തുകൊണ്ട് ഇനി ഇരിക്കുന്ന കറൻസി റിസോഴ്സിന് കമ്പയർ ചെയ്തുവെങ്കിൽ ഈ നെറ്റ് കൂടുതലിരിക്കും. NRI എല്ലാവരും ഒരേ സമയത്തിൽ ഈ ഡോളറിനെ വെളിയിൽ എടുത്തുകൊണ്ട് പോകണോ എന്ന് പോയാലും, FIA ഒരേ ദിവസത്തിൽ എല്ലാ ഡോളറിനെയും എടുത്തുകൊണ്ട് വെളിയിൽ പോയാലും ഈ രൂപ വന്നിട്ട് പ്രഷറിൽ ഭയങ്കരമായിട്ട് വരും. ഈ 1970 ഡോളർ ഗോൾഡിൽ ഇരിക്കുമ്പോൾ 1945 മുമ്പേ ബ്രിട്ടീഷ് പൗണ്ട് റിസർവ് കറൻസിയായിരുന്നു. കറക്റ്റാ? 1920s 30s ഇരുന്നു ഇങ്ങനെ. അപ്പോൾ ഗോൾഡ് പെഗ്ഡാ തന്നെ ഇരുന്നിരിക്കുന്നു. ഇതുപോലത്തെ സമയങ്ങളിൽ സാർ പറയുന്നത് സത്യമെങ്കിൽ മോർ ഫ്രീഡം, ക്യാപിറ്റൽ ഫ്ലോസ് ഒക്കെ ഇന്നും കൂടുതലായിട്ട് വരും. നിങ്ങൾ നോട്ട് എടുത്തിട്ട് പ്രിന്റ് അടിക്കാം. വളരെ ഫ്ലെക്സിബിലിറ്റി വരണമെങ്കിൽ എന്തുകൊണ്ട് 1970s ഇങ്ങനായി? വേൾഡ് ഹാസ് പീരിയോഡിക് ക്ലീനിങ് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ബിൽഡാൻ. ഇവിടെ ലിയാഖത്ത് അഹമ്മദ് എന്ന് പറയുന്ന ആൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴൊക്കെ വലിയ ഇഷ്യൂസ് വന്നിട്ടുണ്ടോ അതൊക്കെ ഗോൾഡ് വിട്ടിട്ട് അവർ വെളിയിൽ പോയി. അതുപോലെ ആയിട്ടുണ്ടല്ലേ? ഗോൾഡ് വിട്ടിട്ട് തിരിച്ച് ഗോൾഡ് സാറിന്റെ അകത്ത് വരും. എന്തിനാ അവർ പറഞ്ഞ്? എന്തെന്ന് വെച്ചാൽ ഈ കറൻസി പെക്ട് ആസ് എ പ്രോപ്പർട്ടി. സോ ഇറ്റ് മസ്റ്റ് ബി പെക്ട് ടു ഗോൾഡ് എന്നിരുന്നു. പെർമനന്റ് ആയിട്ട് ഗോൾഡിനെ വിട്ട് വെളിയെ പോയത് 1971. ഇത് തിരിച്ചു പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അങ്ങനെ പോയെങ്കിൽ വേൾഡ് എക്കോണമി കൊലാപ്സ് ആകും. എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് അത്ര ഗോൾഡ് ഇല്ല, നിങ്ങൾ അത്ര നോട്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 36 ounce ഓഫ് ഗോൾഡിൽ പോകാൻ പറ്റത്തില്ല. $3,500 $4,000 എങ്ങനെ പറഞ്ഞു? ആ പെഗിനെ വയ്ക്കണം. $6 വിൽ ബി പെഗ്ഡ് അറ്റ് $4,000. അതെ.
പക്ഷെ അത് കാരണം ഹാഫ് ദ വേൾഡ് പ്രോബ്ലം പറഞ്ഞ് അമേരിക്കയുടെ കയ്യിൽ ഇത്ര ശക്തി ഇരിക്കുന്ന കാരണത്താൽ എന്തുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാവരും ഈ കണ്ടീഷനും അഗ്രി ചെയ്തിട്ട് ഒരു പുതിയ കറൻസി ഇതിനെ പറ്റിയത് ഞങ്ങളെല്ലാം ഈ കറൻസിനെ യൂസ് ചെയ്യാം. ആയിരം തെറ്റിരിക്കുന്നു. നീ റൈറ്റാ തെറ്റാ ഇല്ല അയാൾ റൈറ്റാ തെറ്റാ എന്ന് നോക്കി ഈവൻ പാകിസ്ഥാൻ നോട്ട് ഏബിൾ ടു സെറ്റ് വർക്ക് ടുഗദർ ഓർ ലാസ്റ്റ് 75 ഇയേഴ്സ് ബംഗ്ലാദേശ് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഇവരൊപ്പം കൂടെ അവരെ കൊണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല. ലോകത്തിലുള്ള എല്ലാ നാടും എങ്ങനെയാണ് സെറ്റിലാകും? $US എത്ര വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ പറയുന്നത് നല്ലതെന്ന് ഇത് നമ്മളെ ലോകത്തിൽ ഡിപ്രഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു. അത് സത്യമാ? അത് സത്യം തന്നെ. റിസഷൻ വരുന്ന സമയത്തിൽ ഫെഡറൽ വന്നിട്ട് റിൻസ് മോർ മണി നോട്ട് അധിക്കുന്നു റഷ്യ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ആ കഷ്ടത്തിലിരുന്ന് അവരൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. 2008 അത് ചെയ്ത് തന്നെ അവരെ കാപ്പാറ്റിയത്. ഈ കോവിഡ് കാലങ്ങളിലും അവർ ഇത് തന്നെ ചെയ്തത്. എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2018 ഗവൺമെന്റ് ട്രാൻസ്ഫർ മണി ടു എവറിബഡി. ഇതിന്റെ മുമ്പേ എന്താകുന്നു വെച്ചാൽ ഈ നോട്ടടിക്കുന്ന സമയത്തിൽ ഓർഡർ സെറ്റ് വച്ചിരിക്കണം വേറെ വലിയ ഒരു പണക്കാരനാകും. ഇപ്പൊ നീ ഓൾറെഡി ലാൻഡ് ബിൽഡിംഗ് ഗോൾഡ് ഇന്ന് കയ്യിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ വന്നിട്ട് മോർ ആൻഡ് മോർ റിച്ചർ ആകും. ഇതിനെക്കാട്ടിൽ ഫാസ്റ്റായിട്ട് അയാൾ അസറ്റ് പ്രൈസും ഗ്രോ ആകും. സോ ഈ പണപ്പെരുക്കത്തിന്റെ ഒപ്പം ഈ അസറ്റ് പ്രൈസ് വലുതായിട്ട് ഗ്രോ ആയെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബിക്കം റിച്ചർ അല്ലേ? ഓക്കെ, ഇത് സാർ പറയുന്നത് സത്യമെങ്കിൽ ട്രംപ് ഇങ്ങനെ ടാരിഫ് ഒക്കെ ചെയ്യാതെ ഈ നോട്ട് പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കാമല്ലോ ഗുണം. ഈ ടാരിഫ് എന്തിനാ? അമേരിക്കയിൽ പണമില്ലാത്ത കഷ്ടമെങ്കിൽ കാഷിന് പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കാമല്ലോ. ഈ പണമില്ലാത്ത കഷ്ടമടയിൽ അമേരിക്കയിൽ എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്ന ഒരാളിലായിരുന്നു. ആഡം സ്മിത്തിന്റെ ശേഷം ഹീസ് കൺസിഡർ ആസ് ദ ഗ്രേറ്റസ്റ്റ് എക്കണോമിസ്റ്റ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യം ഇരിക്കുന്നു. ഒவ்வொரு സ്ഥലങ്ങൾക്കും ഒவ்வொரு കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇരിക്കുന്നു. അമേരിക്ക ബിക്കം എ കംപ്ലീറ്റ്ലി സർവീസ് എക്കോണമി. Manufacturing is no more their competitive advantage. That went to China. It's designed in America and made in China and make it lots of sense. സർവീസ് എക്കോണമിയിൽ എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച് ക്വാളിഫൈഡ് ആയിരുന്നാൽ മാത്രം തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. ഹയർ ലെവൽ ക്വാളിഫൈഡ് ദ മോർ യു വിൽ ബി പെയ്ഡ്. അതിനുശേഷം എന്താകുമെന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ് കാരണം വൺ പർട്ടിക്കുലർ സെക്ഷനെ ജോലി പോകും.